എൻ്റെ പേര് തദേവസ്. ഞാൻ പോലീസിൽ എടപ്പള്ളി സിറ്റി ട്രാഫിക്കിൽ ജോലി ചെയ്യുന്നു. ഇത് വൈഫ് ബൈജു തദേവസ്, ഹെൽത്ത് സർവീസിൽ ഏലൂർ ഹെൽത്തിൽ ജോലി ചെയ്യുന്നു. ഞങ്ങൾ പെട്ടെന്ന് ചില സാഹചര്യത്തിൽ ഞങ്ങൾക്കൊരു വീട് കുറച്ച് എയർപോർട്ട് ഏരിയയിൽ വെക്കണം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ ഒരു സ്ഥലം മേടിച്ച് വീട് വെക്കാനായിട്ട് നല്ലൊരു, കാരണം നമ്മൾ സ്വന്തമായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ പുതിയ ഇതിൽ ഡിസൈനും കാര്യങ്ങളും ആയിട്ടൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് പ്രൊവിൻസ് ബിൽഡേഴ്സ് എന്നുള്ള പുതിയൊരു ബിൽഡേഴ്സിനെ കിട്ടിയത്. അതിൻ്റെ ഓണർമാരായ ഇജാസും ഭാരതിയും ഞങ്ങൾ പരിചയപ്പെടുകയും, മോൻ വഴിയാണ് പരിചയപ്പെട്ടത്. അവരായിട്ട് പരിചയപ്പെട്ടതിൽ തന്നെ അവരായിട്ട് നല്ലൊരു ഇമ്പ്രഷനായിരുന്നു. അങ്ങനെ അവർ റേറ്റ് പറഞ്ഞ്, അവർ മാന്യമായ റേറ്റ് പറഞ്ഞ് നല്ല ഒരു സഹകരണത്തോടുകൂടി വീട് പണി തുടങ്ങി. ഇപ്പം നമ്മളൊരു വീട് പണിയുമ്പോൾ നമ്മുടെ മെയിനായിട്ടൊരു അടിത്തറയാണല്ലോ. അടിത്തറ തറയൊക്കെ പണിത് നല്ല വിചാരിച്ചതിലും നല്ല ഭംഗിയിലാണ് അവരെല്ലാം ചെയ്തത്. അപ്പോ നമ്മളുടെ കൂട്ടുകാര് ഇങ്ങനെ പണിയായിട്ട് സംബന്ധപ്പെട്ടവരൊക്കെ വന്ന് തറയൊക്കെ കാണുമ്പോൾ നല്ല വീതിയിലും ഒക്കെയാണ് നല്ല തറയൊക്കെ പണിത് പൊക്കിയത്. വീടിന് ഇനിയിപ്പോൾ 2 നില 3 നില പണിത് കഴിഞ്ഞാലും തറക്ക് ഒരു പ്രശ്നം വരുമെന്ന് എനിക്ക് തോന്നുന്നുള്ളത്. അതുപോലെയാണ് തറകളും എല്ലാം ചെയ്തത്. അങ്ങനെ നമ്മൾ ഇവരായിട്ട് പറഞ്ഞ് പണി തുടങ്ങി. മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവരായിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാമായിരുന്നു. എന്തിനും സൗകര്യത്തിന് രാത്രി എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും പിന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഏത് സമയത്താണെങ്കിലും അവരെ വിളിക്കാമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്തു തന്നേക്കുന്നത്. ടൈലാവട്ടെ, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളും, ഡോറുകളാവട്ടെ, എല്ലാം അവര് നമ്മളടുത്ത് വാഷ് ബേസിൻ എല്ലാം ഒക്കെ നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ നല്ല രീതിയിലാണ് അവർ ചെയ്തു തന്നത്. സാധാരണ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ ടൈലൊക്കെ എടുക്കാൻ ചെന്നുമ്പോ ഇത്ര രൂപ ടൈല് എടുക്കാൻ പറ്റുള്ളൂ, പിന്നെ ബാക്കി എടുക്കുന്നതിന് വേറെ കൂടുതൽ പൈസ. ഇതൊന്നും അതൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഇഷ്ടത്തിനാണ് അവര് ചെയ്തത്. നമ്മളോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ടൈല് വേണമെങ്കിലും എടുത്തോന്നുള്ളതാണ് പറഞ്ഞു. നമ്മളുടെ ഇഷ്ടത്തിന് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. അതുപോലെ ഡോറുകളും നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് ഡോറ് വേണമെങ്കിലും എടുത്തോന്നുള്ളതാണ്. അല്ലാണ്ട് ഇന്ന ഡോറ് ഇത്ര രൂപയാകും, ബാക്കി നിങ്ങൾ വാഷ് ബേസിനൊക്കെ വെച്ചേക്കുന്നതൊക്കെ നല്ല ഓവൽ ടൈപ്പ്, നല്ല ഭംഗിയുള്ളതും, അതുപോലെ തന്നെ എയർപോർട്ടിലൊക്കെ കാണുന്ന ക്ലോസറ്റുകളെല്ലാം നല്ലത് തന്നെയാണ്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചെയ്തത്. പിന്നെ ക്യാഷിന്റെ കാര്യമാണെങ്കിലും ഒന്നിനും ഇതുവരെ അവരങ്ങനെ ഒരു നമ്മളോട് ഒരു ചോദിച്ചിട്ടേ ഇല്ല, പ്രസ് ചെയ്തിട്ടില്ല അവര്. പൈസ വേണമെന്നും ഞാൻ പലപ്പോഴും നമ്മൾ തന്നെയാണ് പൈസ കൊണ്ടുപോകുന്നുള്ളത്. അപ്പൊ ആ ഒരു പൈസ ഇപ്പൊ പലപ്പോഴും ജോലി സംബന്ധമായിട്ട് ഇങ്ങനെ പൈസക്ക് അവർ പണി തുടങ്ങിയത് തന്നെ അവരുടെ പൈസ എടുത്തിട്ടാ തുടങ്ങി. അപ്പൊ ഒരു അഡ്വാൻസ് തീരുന്നത് വരെയും ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പൈസ കൊടുത്തിട്ടില്ല. ഇതുവരെ പൈസ വേണമെന്ന് പറഞ്ഞ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. പൈസയുടെ ഇപ്പൊ ഒരു ശരിക്കും പറഞ്ഞ മലയാളത്തിൽ പറഞ്ഞ ഒരു ആക്രാന്തം, അങ്ങനത്തെ ഒരു പരിപാടി കണ്ടിട്ടേ ഇല്ല. അത് അതും വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ എക്സ്ട്രാ വർക്ക്, പല വർക്കുകളും നമുക്ക് പറഞ്ഞതിലും ചെറിയ ചെറിയ വർക്കുകളൊക്കെ എക്സ്ട്രാ ആയിട്ട് അവർക്കത് ചെയ്ത് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ എക്സ്ട്രാ വർക്കുകൾ പറഞ്ഞിട്ട് അവരതിന് എതിരൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാം എന്താണോ പറഞ്ഞേക്കണത് അതുപോലെ തന്നെ. നമ്മുടെ ബാത്റൂമിന്റെ മുകളിൽ അതിനെന്താ ബങ്കറുകൾ, എല്ലാ ബാത്റൂമിന്റെ മുകളിലും ബങ്കറുകൾ, അതൊക്കെ അവർ എക്സ്ട്രാ ആയിട്ട് പണിത് തന്നതാ. അപ്പൊ അതൊക്കെ എല്ലാം കൊണ്ട് നല്ല രീതിയിലാണ്. അപ്പൊ ഇനി എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇനിയും പുതിയ വീടുകൾ വെക്കാൻ ആഗ്രഹിക്കുന്നത് ഇവരെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ, രണ്ടുപേരും പിള്ളേരാണ്. അപ്പൊ അവർക്ക് നല്ല ഉത്തരവാദിത്വമായിട്ട് ചെയ്യുന്നുണ്ട്. ഇനി നല്ലൊരു സ്ഥിതിയിലേക്ക് വരണം എന്നുള്ളത് കൊണ്ട്, നല്ല ഉത്തരവാദിത്വമായിട്ട് ചെയ്യണത് കൊണ്ട് രണ്ടുപേർക്കും ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടും ഉത്തരവാദിത്തോടും കൂടി ചെയ്യുന്നുണ്ട്. വിജാസിനും ആരതിക്കും പ്രൊവിൻസ് ബിൽഡേഴ്സിന്റെ രണ്ടുപേരും ഓണറാണ്, രണ്ടുപേരും പാർട്ട്ണറാണ്. അപ്പൊ ഇജാസിനും ആരതിക്ക് എല്ലാവിധ ആശംസകളും. നന്ദിയാണ് കൂടുതൽ. ഇനി നല്ല നല്ല വർക്ക് കിട്ടട്ടെ. ഞങ്ങൾ ഏതായാലും ഇതിൽ നല്ല സാറ്റിസ്ഫൈഡ്, നല്ല കംഫർട്ടാണ്. താങ്ക് യു. നമസ്കാരം.